ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഈ ഒരു ഫ്രോക്ക് നമ്മുടെ കല്യാണത്തിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു സാറ്റിൻ സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലും കൂടി ഉണ്ട്. പിന്നെ സാറ്റിൻ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ നെറ്റാണുള്ളത്, പിന്നെ ഒരു വർക്ക് വരുന്ന നെറ്റും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത്രയും മെറ്റീരിയലാണ് നമുക്കുള്ളത്. അതുമ്പോൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലേസും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഈ ഒരു ഫ്രോക്കാണ് നമുക്ക് അളവിന് വേണ്ടി തന്നിട്ടുള്ളത്. ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ ബോഡി പാർട്ട് ആദ്യം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിലിട്ടിട്ടില്ല, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിൽ സാധാ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ട് കഴുത്തിൻ്റെ ആ ഭാഗത്ത് പ്ലെയിൻ നെറ്റ് വരുന്നൊരു മോഡലിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് ഇതിന് മുകളിൽ നമ്മൾ പ്ലെയിൻ നെറ്റായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊരു 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ മറിച്ചിട്ട് അടിച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ ആ തുമ്പിൻ്റെ ഭാഗമൊക്കെ ഉള്ളിലേക്കാവുന്ന വിധത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് മേലെ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അടിക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് സാധാ ഒരു പൈപ്പിംഗ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ സാധാ രീതിയിൽ ചെയ്യണ പോലെ ഒന്ന് മറിച്ച് അടിച്ചിട്ടുണ്ട് കഴുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്ക് ഭാഗം കൂടി അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് വെച്ചിട്ട് മറിച്ചടിക്കാണ് ചെയ്തിട്ടുള്ളത്. ലൈനിങ് സാറ്റിൻ തുണിയാണ് കേട്ടോ. മുകൾ ഭാഗത്തേക്ക് ഒരു വർക്കുള്ള നെറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ സിബും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഭാഗത്ത് സിബും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്ലീവും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഈ കണ്ണൊരു മോഡലാണ് കേട്ടോ. അതായത് ബലൂൺ സ്ലീവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പഫ് അല്ല കേട്ടോ. പഫ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അടിയിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ വേണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടിട്ടോ, നിവർത്തിയിട്ടിട്ട് രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഇങ്ങനെ പിടിച്ചാൽ കിട്ടാത്തൊരു തുണിയാണ്. ഒരു സാറ്റിൻ സിൽക്ക് പോലത്തെ ഓർഗൻസ അങ്ങനത്തെ ഒരു തുണിയാണെന്ന് തോന്നുന്നു, എന്താ പേര് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് തുണി എത്രയാണോ അതിനനുസരിച്ച് നല്ല നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഞെറിവ് അങ്ങനെ നല്ല രീതിയിൽ പഫായി നിൽക്കണമെങ്കിൽ കുറച്ചധികം തന്നെ വേണം. അപ്പോൾ ഞാൻ എത്രയാണോ തുണിയുള്ളത് അത് മാക്സിമം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല. കുട്ടിയുടെ കൈയുടെ ആ ഒരു ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ നീളത്തിലാണ്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു നമ്മൾ ഷേപ്പ് ചെയ്യില്ല അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആം ഹോളിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഹോളിൻ്റെ ഭാഗമില്ലേ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ആ ഒരു കൈക്കോഴി ഉണ്ടല്ലോ, അത് അളവെടുത്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇതൊന്ന് ഞെറിവിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് നീങ്ങിപ്പോണ തുണിയായ കാരണം അതുമ്പോൾ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞെറിവിട്ട് കൊടുക്കാം. ഞാനിതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഇതുമ്പോൾ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവർ ഞെറിവിട്ട സ്ലീവ് ഹോളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കേട്ടോ. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, എന്നാൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് ഫ്രോക്കിനോ പിന്നെ സ്കേർട്ട് ആൻഡ് ടോപ്പൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സ്ലീവ് നല്ല ഭംഗിയായിട്ടിരിക്കും. നന്നായിട്ട് പൊന്തി നിൽക്കുന്ന ഒന്നാമത്തെ ആ തുണീൻ്റെ ആ ഒരു പ്രത്യേകതയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് സാധാ നമുക്ക് നെറ്റ് കൊണ്ട് ഒന്ന് ഞെറിവിട്ട് കൊടുക്കാം കേട്ടോ. ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള ഞെറിവിട്ട് കൊടുക്കാം. സാധാ ഞെറിവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഞെറിവിട്ടിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ചെറിയ ചെറിയ ഞെറിവുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ നെറ്റിൻ്റെ ഈ ഒരു തുണി നമ്മൾ ഇതുപോലെ ഒരു 4-4.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മെഷീൻ്റെ മേലെ തന്നെ നമ്മൾ ഇതുപോലെ
നമ്മൾ റണ്ണിങ് ഇട്ടിട്ട് വലിക്കില്ല, അതുപോലെ നമ്മൾ മെഷീൻ്റെ മുകളിൽ തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു അതെങ്ങനെ ചെയ്യുന്നുള്ളത് ഒരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലെ ഫുള്ള് ഇതുപോലെ മെഷീനിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് അത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ അതിങ്ങനെ കാണാൻ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ലൈനിങ് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഞെറിവിട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ തുമ്പ് ഉള്ളിലേക്ക് ആക്കിയ വിധത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇത് നെറ്റൊക്കെ ആകുമ്പോൾ മേത്ത് കുത്തണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോക്ക്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് നമ്മളിതിന് അളവ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു ലേസും കൂടി അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് നമ്മൾ കൈ കൊണ്ട് തുന്നി കൊടുക്കണം ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഒന്ന് തുന്നി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഫ്രോക്കിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു കെട്ടാനുള്ളൊരു വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ബോയും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.